കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ഫലപ്രദമായി നടക്കാതിരിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി മറ്റോരോരുത്തരെയും അറസ്റ്റ് ചെയ്തു. നയനാർ ആ കാലയളവ് മുഴുവൻ ഒളിവിൽ പ്രവർത്തിക്കുകയായിരുന്നു. ജയിൽ കിടന്നതിന് ശേഷം പിന്നെ ജയിൽ കിടന്ന കാലം ശിക്ഷയായിട്ട് അംഗീകരിച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം, എല്ലാവരും വിദ്യാർത്ഥികളായിരുന്നു, ഞങ്ങളെല്ലാം വിട്ടയച്ചത്. അപ്പോൾ നയനാര് ഇവിടെ തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ വെച്ചാണ് രഹസ്യമായി സന്ധിക്കുന്നത്. താനിനി പിടിക്കപ്പെട്ടുകൂടാ, കുടിയേരി മിസ്സനുസരിച്ച് കിടക്കുകയാണ്, താനും കൂടെ ജയിലിൽ പോയി കഴിഞ്ഞാൽ വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് താക്കീത് തരികയാണ് നയനാർ. അപ്പോൾ അത്തരത്തിലാണ് പിന്നെ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചത്. ആ സമയത്ത് EMS പങ്കെടുത്ത് കേരളത്തിലെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രവർത്തകർക്കായി 2 ഏകദിന പഠന പരിപാടികൾ, ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കോഴിക്കോട്ടിൽ വെച്ചാണ് സംഘടിപ്പിച്ചത്. നയനാർ പങ്കെടുത്തുകൊണ്ട് സംസ്ഥാന തലത്തിലുള്ള വിദ്യാർത്ഥി രംഗത്തെ പ്രവർത്തകരുടെ രഹസ്യമായ പഠന സംരംഭം എറണാകുളത്തെ പറവൂരിൽ വെച്ചാണ് സംഘടിപ്പിക്കപ്പെട്ടത്. രഹസ്യമായി ഓരോ ജില്ലയിൽ നിന്നും 1-2 പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് SFIയുടെ സംസ്ഥാന സമ്മേളനവും തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി അടിയന്തരാവസ്ഥക്കാലത്ത്. അന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അംഗമായിരുന്ന ചാത്തുണ്ണി മാസ്റ്ററാണ് ആ സമ്മേളനത്തിന് മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടി പങ്കെടുത്തിരുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പരസ്യമായ ചില പ്രവർത്തനങ്ങളും നടത്തി തുടങ്ങണം എന്ന് പ്രസ്ഥാനം തീരുമാനിച്ചു. പരസ്യമായ പ്രവർത്തനം അടിയന്തരാവസ്ഥക്കാലത്ത് ഏറ്റെടുക്കാൻ ആരെയാണ് ആശ്രയിക്കാൻ കഴിയുക? AKG പങ്കെടുത്തുകൊണ്ട് 2 വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷനുകൾ, ആദ്യം നടന്നത് കണ്ണൂരാണ്, കണ്ണൂർ ടൗൺ ഹാൾ, മറ്റൊന്ന് കൊല്ലത്ത് YMCA ഹാളിൽ വെച്ചിട്ടാണ് AKG പങ്കെടുത്തുകൊണ്ട് വിദ്യാർത്ഥി പ്രവർത്തക കൺവെൻഷൻ. തിരുവനന്തപുരത്ത് വെച്ച് കൺവെൻഷൻ നടക്കേണ്ട ദിവസം AKGക്ക് സംസാരിക്കാൻ വയ്യാതിരിക്കുന്ന ഘട്ടമാണ്. സുശീല നിയോഗിക്കപ്പെട്ടതനുസരിച്ച് പങ്കെടുക്കാൻ. സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പുകളും കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളും അവസാനിപ്പിച്ചു. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ജൂലൈ ഓഗസ്റ്റിലാണ് സാധാരണ ഇത് നടക്കുക. ജൂണിലാണല്ലോ സ്കൂൾ തുറക്കുന്നത്. ജൂൺ 25 ഇത് പ്രഖ്യാപിക്കപ്പെടും. SFIയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ രഹസ്യമായി ഒപ്പുശേഖരണം നടത്തി. പരസ്യമായി നടത്താൻ കഴിയില്ല. ഒപ്പുശേഖരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാഹസികമായ പ്രവൃത്തിയാണ്. ഒപ്പിട്ടവരെ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് പലയിടത്തും. പക്ഷേ ആ ശേഖരിച്ച ഒപ്പ് ഞാനിപ്പോഴും ഓർക്കുന്നു. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ അന്നത്തെ മുഖ്യമന്ത്രി അച്യുതമേനോന് ആ ശേഖരിച്ച ഒപ്പുകൾ കൊണ്ടുപോയി സമർപ്പിച്ചു.